എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്താകമാനമുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് നിലവിൽ വന്നിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആനുകൂല്യം, ദിവസവേതനം ഉൾപ്പെടെയുള്ളവ മുടങ്ങുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം പരിഗണിക്കണമെന്നും ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നുള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഫലം കാണുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങളും അതോടൊപ്പം തന്നെ തൊഴിൽ വേതനമൊക്കെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. അതോടൊപ്പം സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് ഇവർക്ക് വേണ്ടി നിലവിൽ വരികയാണ്. സംസ്ഥാനത്ത് 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും വരുന്നത് സ്ത്രീ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചേർത്ത് പിടിക്കുന്ന വിവിധ പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുവാൻ പോകുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2 മാസത്തോളം കുടിശ്ശിക വിവിധ മേഖലകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരിടുന്നുണ്ട്. അവർക്കുള്ള ഫണ്ട് എത്രയും വേഗം വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, നിലവിൽ നമ്മുടെ ജീവിത ചിലവുകളെ അടിസ്ഥാനമാക്കി അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന 346 രൂപ എന്ന് പറയുന്ന നിരക്ക് നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഉള്ളത്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ കൂടി കണക്ക് പാർലമെൻ്ററി സമിതി എടുക്കുകയും അത് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്ത ശേഷം നമ്മുടെ ജീവിത ചിലവുകളെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ലഭിക്കുന്ന വേതനത്തിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അത് പരമാവധി 400 രൂപ വരെയൊക്കെ ആക്കി ഉയർത്തണമെന്നും ഉള്ള നിർദ്ദേശമാണ് നിലവിൽ വന്നിട്ടുള്ളത്. പാർലമെൻ്ററി സമിതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് 346 രൂപയാണെങ്കിൽ ഇതൊരു 20% കൂടി വർദ്ധിക്കുമായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് 346 എന്നത് ചിലപ്പോൾ 400-ന് മുകളിൽ വരെ എത്തുന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇതിന് ആനുപാതികമായിട്ടുള്ള വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്കാണ് നിലവിലുള്ളത്. ഇത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജീവിത ചിലവുകളും അതോടൊപ്പം തന്നെ മറ്റു പല മാനദണ്ഡങ്ങളെല്ലാം പഠിച്ച ശേഷമായിരിക്കും ഈ തുക വർധനവ് നടപ്പിലാക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 100 ദിനങ്ങളാണ് നമുക്കിപ്പോൾ പരമാവധി ലഭിക്കുന്നത്. അത് 150-ലേക്ക് മാറ്റി ഉയർത്തണമെന്നും നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലേക്ക് പാർലമെൻ്ററി സമിതി സമർപ്പിച്ചു കഴിഞ്ഞു. ഇത് കേന്ദ്ര സർക്കാർ വളരെ വേഗം തന്നെ പരിഗണിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും ഈ തുക വർധനവും തൊഴിൽ ദിനങ്ങളുടെ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭൂരിഭാഗവും പദ്ധതിയിൽ നിന്ന് ഉൾവലിയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാസം തോറും ഒരു അംശാദായം അടച്ചു കഴിഞ്ഞാൽ പ്രതിമാസം 50 രൂപ നമുക്കുണ്ടെങ്കിൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മാറുന്നതാണ്. അത് നമുക്കൊരു വലിയ സഹായമായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് 20 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ സജീവമായിട്ട് പണിയെടുക്കുന്നവർക്കായിരിക്കും കുറഞ്ഞത് 20 പ്രവൃത്തി ദിവസങ്ങളെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിരിക്കണം. ക്ഷേമനിധിയിൽ ഇവർക്കായിരിക്കും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നത് മുഖേന പെൺമക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായം, ഗുണഭോക്താക്കൾക്കുള്ള മറ്റ് സഹായങ്ങൾ, അതോടൊപ്പം തന്നെ അപകട ഇൻഷുറൻസ്, പരിരക്ഷ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് വളരെ വൈകാതെ തന്നെ ഇതിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ പേര് കൊടുത്തിട്ടുള്ളവർ കൃത്യമായിട്ടും പേര് നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.